ഹലോ, ഞാനിന്ന് നല്ലൊരു അമൃതം പൊടിയും കൊണ്ട് ലഡുവാണ് ഉണ്ടാക്കുന്നത്. ആവലോസ് ഉണ്ടാകുന്നതാണ് ഞങ്ങൾ പറയുന്നത്. നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളരി എടുക്കാം. അതൊന്ന് നമുക്ക് നല്ലതുപോലെ വറുക്കാം. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കൈവിടാതെ ഇളക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് അത് നല്ല പൊരി പോലെ ആവണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ ഗൈസ്, നല്ലൊരു മണവും വരുന്നുണ്ട്. അതിനൊരു കളർ നല്ലതുപോലെ മാറുന്നുണ്ട്. ഇത് കളറ് മാറി ഇത് ഫുള്ളും നല്ലൊരു ബ്രൗൺ കളറായി മാറണം. ഇതുപോലെ ഇതിപ്പോൾ ഒരു പൊരി പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പൊരി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലിട്ട് നമുക്കത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അത് ചൂടോടെ നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളത് വാങ്ങി വെച്ചിട്ട് അത് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത്. കണ്ടോ, വേറൊരു പാത്രത്തിലോട്ട് ഞാനത് മാറ്റിയതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അമൃതം പൊടി നമുക്ക് നല്ലതുപോലെ അമൃതം പൊടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം. അതും കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കൈക്ക് റെസ്റ്റില്ലാത്ത പരിപാടിയാണ്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മുടെ അമൃതം പൊടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ അമൃതം പൊടിയും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി വേണം. പഞ്ചസാരയോ ശർക്കരയാണ് ഏറ്റവും നല്ലത്. ശർക്കര പാനിയാക്കുന്നതാണ് ടേസ്റ്റ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനത് പഞ്ചസാര നല്ലതുപോലെ അടുപ്പിൽ പാത്രത്തിനകത്തോട്ടിട്ടിട്ട് അതിലൊരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുറുക്കി നല്ലൊരു പാനിയാക്കി എടുക്കാം. അത് നല്ലതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് നല്ലൊരു കുറുകി ലായനി പോലെ ആവുമ്പോഴേ തീ ഓഫ് ചെയ്യാവുള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ലപോലെ ഒന്ന് ലായനിയാവണം. അത് ലായനിയായ ശേഷം നമുക്ക് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂട് നമുക്ക് നല്ലതുപോലെ തണുക്കണം. നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല കുറുക്കി എടുക്കണം. മിക്സിയിൽ അടിച്ചത് ഇതിൻ്റെ ഇടയ്ക്കായിപ്പോയി ഗൈസ്, സാരമില്ല. എന്നിട്ട് നമുക്ക് ആ പൊടിച്ച പൊടിയും അരി പൊടിച്ചത് അമൃതം പൊടി ഇടണം. അമൃതം പൊടി വിട്ടിട്ട് അതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കണം. അത് തവിയിട്ടേ ഇളക്കാവുള്ളൂ, സ്പൂണിട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. കാരണം കൈയിട്ട് ഇളക്കാൻ നല്ല ചൂടാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചെറിയൊരു ചൂടിപ്പം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കൈയിട്ട് ഇളക്കി അതൊന്ന് ഉരുളയാക്കി എടുക്കണം. കുറച്ച് തേങ്ങയും കൂടെ അതിനകത്തോട്ടിടണം. തേങ്ങ ഇട്ട ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി അതിലെല്ലാം ഫുള്ളൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനെ നമുക്കിനി കുറച്ച് ഉരുളകളാക്കി എടുക്കുക. ഇതെല്ലാം കൂടെ ലഡുവിൻ്റെ സൈസിലും ചെറിയ ഉരുളകളാക്കി എടുത്താലും മതി. ഉരുളകൾ നമ്മുടെ അളവ് പോലെ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ചെറിയ ഉരുളയാണ് നല്ലത്. അത് ഉരുളയാക്കി വെക്കുക. ഇങ്ങനെയാണ് അവസാനം കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കും ഇഷ്ടപ്പെടും. പിന്നെ സൂക്ഷിച്ച് കൊടുക്കണം.